गाइस நம்ம வின்சா கோல்ட் ஆப்ல வந்து பாத்தீங்க அப்படினா 3000 டைமண்ட் ஃப்ரீயா கொடுக்கிறது ரியல் ஆர் ஃபேக் ன்னு வந்து பாத்தீங்கன்னா வந்து பார்க்க போறோம். இது வந்து பாத்தீங்கன்னா லிமிடெட் ஆஃபர் தான். ஓகேங்களா? இதுக்கு வந்து பாத்தீங்க அப்படினா இப்ப நீங்க வின்சா கோல்ட் ஆப் வச்சிருந்தீங்கன்னா அன்இன்ஸ்டால் பண்ணிட்டு மறுபடியும் இன்ஸ்டால் பண்ணிக்கங்க. நியூ வெர்ஷன் வேணும். அது மட்டும் வந்து பத்தாது. நியூவா வந்து பாத்தீங்கன்னா ஒரு நம்பர் வேணும். நீங்க நியூ யூசரா இருந்தா மட்டும் தான் வந்து பாத்தீங்கன்னா இந்த ஒரு ஆஃபர் வந்து பாத்தீங்கன்னா உங்களுக்கு யூஸ் ஆகும். ஓகே गाइस, நியூ நம்பர் போட்டு வெரிஃபை பண்ணிட்டு உள்ள வந்தீங்க அப்படினா நான் ப்ளே பண்ற கேமை வந்து பாத்தீங்கன்னா நீங்களும் வந்து ப்ளே பண்ணிக்கோங்க. இது பேரு மெட்ரோ சஃபார். இந்த கேம்ல நீங்க ஜெயிச்சாலும் சரி தோத்தாலும் முடிச்சிட்டு வெளிய வாங்க. மேல வந்து பாத்தீங்கன்னா 3 டாட் வந்து இருக்கும். அத வந்து கிளிக் பண்ணிக்கோங்க. அதுல ஃபர்ஸ்ட் ஆப்ஷன் கிளிக் பண்ணிக்கோங்க. ஃபர்ஸ்ட் ஆப்ஷன் நேம் வந்து பாத்தீங்கன்னா ஸ்ட்ரீம்ஸ் இருக்கும். அத கிளிக் பண்ணிட்டு வந்து பாத்தீங்கன்னா இந்த மாதிரி வந்து வரும். இது வந்து ரைட்டா ஸ்க்ரோல் பண்ணி வந்து பாத்தீங்கன்னா கீழ 3 டாட் வந்து இருக்கும். அத கிளிக் பண்ணீங்கன்னா வாட்ஸ்அப் வந்து பாத்தீங்கன்னா வந்து காட்டும். அதுல பாத்தீங்கன்னா ஃப்ரீ ஃபயர் யுஐடி போற மாதிரி இருக்கும். அதுல யுஐடி வந்து போட்டு வந்து பாத்தீங்க அப்படின்னா கிளைம் பண்ணிக்கோங்க. டைரக்டா வந்து பாத்தீங்கன்னா மெயிலுக்கே சென்ட் பண்ணி விட்டுருவாங்க. செல்லக்கட்டின் வண்ணச்சிறகில் ஹோலி பாட்டும் பாடி போகும் ஆலின் கொம்பத்தூ ஞாலாடும் அண்ணானோடும் களிகள் சொல்லும் தும்பி ഗ്രാമം വിട്ടു പോകേണ്ടി വന്നു. ഈ ആഴ്ചയുടെ അവസാനം കാലമായിട്ടുള്ള സൗഹൃദം ആഘോഷിക്കാൻ വേണ്ടി അവർ ഒരു മത്സരം സംഘടിപ്പിച്ചു. ഞാൻ എന്റെ ഫോസിൽ കളക്ഷൻ തരാം. ഗെറ്റ് സെറ്റ് ആൻഡ് ഗോ. മത്സരത്തിൽ വിജയിക്കാൻ വേണ്ടി തെരേസ കള്ളത്തരം കാണിച്ചു. പക്ഷെ അവൾ അതിൽ പരാജയപ്പെട്ടു. ലില്ലിക്ക് മനസ്സിലായി തെരേസയ്ക്ക് ആ നീതി വേണമായിരുന്നുവെന്ന്. കാരണം അവൾക്ക് മനസ്സിലായി തെരേസയ്ക്ക് കാലിനോട് ഇഷ്ടമുണ്ടായിരുന്നു. തെരേസ, നീ എന്റെ അടുത്ത സുഹൃത്താണ് തെരേസ. ഫ്രണ്ട്സ്, അപ്പോൾ വിൻസോ ആപ്പിൽ ഫ്രീ ആയിട്ട് എങ്ങനെ ഗെയിം കളിക്കാൻ നോക്കാം. ഇതിലും ബാലറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇതിലും ഐ ഓഫേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് കാണാൻ സാധിക്കും. ഇതിലിതാ നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ ഓഫേഴ്സ് കാണാൻ സാധിക്കും. ഇതിലിതാ ഫ്രീ ടിക്കറ്റ് ₹5 ഫ്രീ ടിക്കറ്റ് നമുക്ക് ലഭിക്കും. ഇത് ജസ്റ്റ് 1 ഡേ 20 ഹവേഴ്സ് ലെഫ്റ്റ് ഉണ്ട്. അതിനുള്ളിൽ നമ്മൾ ഏതെങ്കിലും ഗെയിംസ് നമുക്ക് 5 രൂപയുടെ ഗെയിംസ് ഫ്രീ ആയിട്ട് നമുക്ക് കളിക്കാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ വിൻസോയിലൂടെ ഗെയിം എടുത്തു. ഇതിലിതാ 5 രൂപ ഗെയിം ഫ്രീ ആയിട്ട് നമുക്ക് ഫ്രീ ടിക്കറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് സാധിക്കും. ഇത് പ്ലേ ചെയ്താൽ അപ് ടു 17 രൂപ വരെ നമുക്ക് ഈ ഒരു 5 രൂപയുടെ ഗെയിം ഫ്രീ ആയിട്ട് കളിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. 2 വിന്നേഴ്സ് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുക, ദ വാലറ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് മൈ ഓഫേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ക്ലിക്ക് ചെയ്യുക. ₹5 ഫ്രീ ടിക്കറ്റ് ഇതൊക്കെ അവൈലബിൾ ആണ്. ജസ്റ്റ് പ്ലേ ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഗെയിംസ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്ലൈ ചെയ്തിട്ട് ഗെയിം കളിക്കുക. ഓക്കെ, നമുക്ക് പോകാം. ബാക്കിയുള്ളവരെ കാണാൻ സമയമായി. ഒന്ന് നിർത്തു ഗോൾഡ്ഫിഞ്ച്. എല്ലാവരും എത്തിയാൽ നമുക്ക് ഉടനെ പോവാം. ഗുഡ് മോർണിംഗ് പീറ്റർ. ഗുഡ് മോർണിംഗ് ലില്ലി. നീയാണെന്ന് ആദ്യം എത്തിയത്. നമുക്ക് മറ്റുള്ളവർ വരാൻ വേണ്ടി കാത്തിരിക്കണം. ഇന്ന് പുൽമേട്ടിൽ വളരെ നല്ലൊരു ദിവസമായിരിക്കും. നിനക്ക് ഓർമ്മയില്ലേ ഞാനിന്ന് വരില്ലെന്ന് പറഞ്ഞത്? ഞാൻ ഓർക്കുന്നില്ലല്ലോ. ക്ലാര ഇന്ന് വരുന്നുണ്ട്. വേനൽക്കാലത്ത് അവളിവിടെ ഉണ്ടാകും. പക്ഷെ ഈ ക്ലാരക്കല്ലേ നടക്കാൻ പറ്റാത്തത്? അതെ, അത് അവൾ തന്നെയാണ്. എനിക്ക് എത്ര ക്ലാരമാരെ അറിയാമെന്നാ. എന്നാ നീ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ. പുൽമേട്ടിലൊക്കെ ഇത്രയും ഉയരത്തിൽ ആ ഉന്തുവണ്ടിയിൽ എങ്ങനെയാ കൊണ്ടുപോകുന്നത്? അവൾക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഉറപ്പാണ് അവൾ ഉടനെ തന്നെ എണീറ്റ് നടക്കുമെന്ന്. അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. അങ്ങനെയാണെങ്കിൽ ശരി, എന്നാൽ ഞാൻ പോട്ടെ. അവൾ എത്തുന്നതിന് മുൻപ് എനിക്ക് ഒരുപാട് തയ്യാറാവാനുണ്ട്. പിന്നെ കാണാം. അവരുടെ എത്തി. ട്രെയിൻ നിർത്തട്ടെ. വളരെ നന്ദിയുണ്ട്.
മോർണിംഗ് ലില്ലി. നീ ഫ്രാങ്ക്ഫർട്ടിൽ വെച്ച് പഠിച്ച നല്ല പാഠങ്ങൾ ഒന്നും മറന്നില്ലല്ലോ. എനിക്ക് സന്തോഷമായി. ഗുഡ് മോർണിംഗ്. മുത്തശ്ശ, ഇതാണ് ക്ലാര. ഇത് മിസ് റോട്ടൻമായ, അവിടത്തെ മാഡം. ക്ലാര, മിസ് റോട്ടൺ വായർ, ഡാഫ്ലയിലേക്ക് സ്വാഗതം. മിസ് റോട്ടൻ മായ എന്നാണ്. ഓ സോറി, മിസ് റോട്ടൺ വായർ. ശരി, നമുക്ക് പോകാം. ക്ലാരയ്ക്ക് നല്ല വിശ്രമം വേണം. തീർച്ചയായും മിസ്. പക്ഷേ എനിക്ക് ക്ഷീണമൊന്നുമില്ല മിസ്. ട്രെയിനിലിരുന്ന് ഞാൻ വിശ്രമിച്ചതാ. എല്ലാവരും ശ്രദ്ധിക്കൂ, ഡാഫ്ലിയിൽ നിന്നുള്ള ട്രെയിൻ പുറപ്പെടുകയായി. ടു, ടു. മിസ് റോട്ടൺ വായർ, നിങ്ങളുടെ സാധനങ്ങൾ ഞാൻ എടുക്കാം. നന്ദി, നിങ്ങൾ തന്നെ എടുത്തോളൂ. ജോസഫ്, വേണ്ട, അങ്ങ് പോരെ. നിക്കവിടെ. ആദ്യം നമ്മൾ എത്തുന്നത് മുത്തശ്ശന്റെ വീട്. ഇത് വളരെ വലുതാണല്ലോ. നിങ്ങൾക്ക് ഇവിടെ ഉള്ളത് വളരെ വലിയൊരു വീടാണ് സർ. കുടിലിൽ പോകുന്നതിന് മുൻപ് ഇന്ന് രാത്രി നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത്. കുടിലോ? അതെ, കുടിൽ അങ്ങ് മലയുടെ മുകളിൽ. ഇന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് നടക്കാൻ പോകാം. എന്ത്, മലകളോ? പറ്റില്ല, ക്ലാരെ അവിടെ കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അതെ, അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമുക്ക് സാധനങ്ങൾ ഇവിടെ വെക്കാം. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാനുള്ള വഴി ഒരുക്കാം. പക്ഷേ ക്ലാരയ്ക്ക് വിശ്രമം ആവശ്യമാണ്. അത് വളരെ അനിവാര്യമാണ്. അവളുടെ അച്ഛൻ ഇതൊന്നും ഇഷ്ടമാകില്ല. ബാക്കിയെല്ലാം വീട്ടിൽ ചെന്നിട്ട്. അകത്തേക്ക് വരൂ മിസ്. മഞ്ഞുകാലം മടിയനായ കാവൽക്കാരനാണ്. വളരെ മനോഹരമായിരിക്കുന്നു. നമ്മൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എല്ലാം അലങ്കോലമായി കിടക്കുന്നു. ഒന്ന് വൃത്തിയാക്കിയാൽ എല്ലാം ശരിയാവും. എനിക്കതിൽ വലിയ ഉറപ്പൊന്നുമില്ല സർ. ക്ലാരയുടെ ആരോഗ്യനില കണക്കിലെടുത്ത് ഞാനും അവളും ഗ്രാമത്തിൽ താമസിക്കുന്നതാണ് നല്ലത്. അത് വേണ്ട. നമുക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം. അതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും സംസാരിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. கைஸ் நம்ம வின்சோ கோல்ட் ஆப்ல வந்து பாத்தீங்க அப்படின்னா 3000 டைமண்ட் ஃப்ரீயா கொடுக்கிறது ரியல் ஆர் ஃபேக் வந்து பாத்தீங்கன்னா வந்து பார்க்க போறோம். இது வந்து பாத்தீங்கன்னா லிமிடெட் ஆஃபர் தான், ஓகேங்களா. இதுக்கு வந்து பாத்தீங்க அப்படின்னா இப்ப நீங்க வின்சோ கோல்ட் ஆப் வச்சிருந்தீங்கன்னா அன்இன்ஸ்டால் பண்ணிட்டு மறுபடியும் இன்ஸ்டால் பண்ணிக்கோங்க. நியூ வெர்ஷன் வேணும். அது மட்டும் வந்து பத்தாது, நியூவா வந்து பாத்தீங்கன்னா ஒரு நம்பர் வேணும். நீங்க நியூ யூசரா இருந்தா மட்டும் தான் வந்து பாத்தீங்கன்னா இந்த ஒரு ஆஃபர் வந்து பாத்தீங்கன்னா உங்களுக்கு யூஸ் ஆகும். ஓகே கேஸ், நியூ நம்பர் போட்டு வெரிஃபை பண்ணிட்டு உள்ள வந்தீங்க அப்படின்னா நான் ப்ளே பண்ற கேம் வந்து பாத்தீங்கன்னா நீங்களும் வந்து ப்ளே பண்ணிக்கோங்க. இது பேரு மெட்ரோ சஃபார். இந்த கேம்ல நீங்க ஜெயிச்சாலும் சரி தோத்தாலும் முடிச்சுட்டு வெளியே வாங்க. மேல வந்து பாத்தீங்கன்னா 3 டாட் வந்து இருக்கும். அதை வந்து கிளிக் பண்ணிக்கோங்க. அதுல ஃபர்ஸ்ட் ஆப்ஷன் கிளிக் பண்ணிக்கோங்க. ஃபர்ஸ்ட் ஆப்ஷன் நேம் வந்து பாத்தீங்கன்னா ஸ்ட்ரீம்ஸ் இருக்கும். அதை கிளிக் பண்ணிட்டு வந்து பாத்தீங்கன்னா இந்த மாதிரி வந்து வரும். இது வந்து ரைட்டா ஸ்க்ரோல் பண்ணி வந்து கீழ 3 டாட் வந்து இருக்கும். அதை கிளிக் பண்ணீங்கன்னா வாட்ஸ்அப் வந்து பாத்தீங்கன்னா வந்து காட்டும். அதுல பாத்தீங்கன்னா ஃப்ரீ ஃபயர் யூஐடி போற மாதிரி இருக்கும். அதுல யூஐடி வந்து போட்டு வந்து பாத்தீங்க அப்படின்னா கிளைம் பண்ணிக்கோங்க. கரெக்ட்டா வந்து பாத்தீங்கன்னா மெயிலுக்கே சென்ட் பண்ணி விட்டுருவாங்க. ക്ലാരയുടെ ആരോഗ്യനിലയുടെ ചുമതല മുഴുവൻ എനിക്കാണ്. എനിക്ക് തോന്നുന്നില്ല ഈ പരിസ്ഥിതി അവൾക്ക് യോജിക്കുന്നുവെന്ന്. വലിയൊരു യാത്ര കഴിഞ്ഞ് വന്നതല്ലേ മിസ് റോട്ടൺ മായ. തിരിച്ചു പോകുന്നതിന് മുമ്പ് അല്പം ഭക്ഷണമെങ്കിലും കഴിച്ചുകൂടെ? ഉറപ്പായിട്ടും ക്ലാരയ്ക്ക് നന്നായി വിശക്കുന്നുണ്ടാവും. അത് ശരിയാണ് സർ. എങ്കിൽ ശരി, പക്ഷെ ഭക്ഷണം കഴിച്ച ഉടനെ ഞങ്ങൾ ഗ്രാമത്തിലേക്ക് പോകും. ഇത് നിനക്കാണ് ക്ലാര, ഭംഗിയുള്ള മലകളിലെ പൂക്കൾ. പ്ലീസ് മിസ്, ഞാൻ ക്ലാരയെ ഒന്ന് ചുറ്റി കാണിക്കട്ടെ?
സമ്മതിക്കണം മിസ്. ദൂരെ എങ്ങും പോകരുത്, പിന്നെ വളരെ ശ്രദ്ധിക്കണം. അതെ മിസ്, തീർച്ചയായും. ക്ലാര നല്ലൊരു കുട്ടിയാണ്. ഈ പ്രദേശം അവൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് നോക്കണം, കുറച്ച് വൃത്തിയാക്കിയതിനു ശേഷം നിങ്ങളുടെ കൂട്ടിൽ എത്രത്തോളം അവൾക്ക് നല്ലതാണ് എന്ന്. നിങ്ങളുടെ കൈവശം ചൂലുണ്ടോ? തീർച്ചയായും. വേനൽക്കാലം മുഴുവനും നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര മനോഹരമാലില്ലേ ഇവിടെ. അതെ, അത് ശരി തന്നെ. പക്ഷേ നിനക്കിവിടെ നിൽക്കാൻ കഴിയില്ലല്ലോ. എനിക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ നിന്നെ കാണിക്കാനുണ്ട്. മിസ് റോട്ടൻമായ തീരുമാനം മാറ്റിയിരുന്നെങ്കിൽ? ഓ, ചിലപ്പോൾ നമ്മൾ വിചാരിച്ചാൽ മാറുമായിരിക്കും. എങ്ങനെ? എന്തെങ്കിലും വഴിയുണ്ടാകും. ഓ, അതാ നോക്കൂ, പീറ്റർ ദാ തിരിച്ചു വന്നു. അങ്ങോട്ട് പോവാം. പീറ്റർ, പീറ്റർ. പീറ്റർ, ഇതാണ് ക്ലാര. ക്ലാര, ഇത് പീറ്റർ, നമ്മുടെ ആട്ടിടയൻ. ഗുഡ് ആഫ്റ്റർനൂൺ പീറ്റർ. ഗുഡ് ആഫ്റ്റർനൂൺ. നിങ്ങൾ ഇവിടെ മുകളിൽ എന്താ ചെയ്യുന്നത്? ഞങ്ങളിവിടെ നടക്കാൻ വന്നതാണ്, പുൽമേടുകൾ ക്ലാരയെ കാണിക്കാൻ. ഞാൻ പോവാ. വരൂ ആടുകളെ, പോവാൻ സമയായി. ആ, ലിറ്റിൽ ബെയർ, അവൾ എവിടെ പോയി? എന്തു പറ്റി? ഒന്നുമില്ല. എന്താ അത്? ഒരാട്. ലിറ്റിൽ ബിയർ, ഇറങ്ങി വെളിയിൽ വാ. ലിറ്റിൽ ബെയർ, പീറ്റർ, ആടുകളെ വേഗം കൊണ്ടുപോകൂ. മിസ് റോട്ടൻമായ്ക്ക് അവയെ ഇഷ്ടമല്ല. വേഗം. ആടുകൾ വീടിനകത്ത്, അത് തീരെ യോജിക്കില്ല. ഞാനും ക്ലാരയും ഗ്രാമത്തിൽ തന്നെ താമസിക്കും. ആടുകൾ ഇനി ഒരിക്കലും വീട്ടിനകത്തേക്ക് കടക്കില്ലെന്ന് ഞാൻ ഉറപ്പു തരുന്നു. നിങ്ങൾ എന്ത് ചെയ്യും? എനിക്കതിന് കഴിയും. ഇനിയൊരു അവസരം തരാൻ പറ്റില്ല. ക്ലാരയ്ക്ക് തീരെ വയ്യ. പക്ഷേ ഇതിൽ ഇനി ഒന്നും ചർച്ച ചെയ്യാനില്ല. ഗ്രാമത്തിൽ ഒരു പലചരക്ക് കട ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും എനിക്ക് രാത്രി ഭക്ഷണത്തിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ വേണം. എനിക്കും ക്ലാരയ്ക്കും എപ്പോഴും ഈ ഉണങ്ങിയ ഇറച്ചിയും നെയ്യും കഴിക്കാനാകില്ല. മിസ്റ്റർ സെസിമൻ അദ്ദേഹത്തിന്റെ മകൾക്ക് വേണ്ടി ഇങ്ങനൊരു ഭക്ഷണക്രമം ഇഷ്ടാവില്ല. അവരെയും കൊണ്ട് പോകൂലില്ലേ? ഞാൻ ലിറ്റിൽ ബിയറിനെ പുറത്താക്കി വാതിലുകൾ അടച്ചിട്ട് വരാം. ഗുഡ് ആഫ്റ്റർനൂൺ മിസ് കെല്ലർ. ഇതാണ് മിസ് റോട്ടൻമായ. ഫ്രാങ്ക്ഫർട്ടിൽ നിന്നാണ് ഇവർ വന്നത്. ഓ, ഫ്രാങ്ക്ഫർട്ടിൽ നിന്നോ? നിങ്ങൾ ഞങ്ങളുടെ കുഞ്ഞു ഗ്രാമത്തിൽ എത്തിയതിന് സന്തോഷം. നന്ദി. എനിക്ക് അല്പം ഉണങ്ങിയ ചിപ്സും കുറച്ച് മുട്ടയും പൂക്കളും വേണമായിരുന്നു. എന്നോട് ക്ഷമിക്കണം, എല്ലാം കഴിഞ്ഞുപോയി. നിങ്ങൾ ഒരു അല്പം കൂടി നേരത്തെ വന്നിരുന്നുവെങ്കിൽ എനിക്കിതൊക്കെ തരാൻ കഴിയുമായിരുന്നു. നോക്കൂ, ഞാനൊരു ട്രെയിൻ യാത്ര കഴിഞ്ഞ് വന്നതാണ്. പിന്നെ പുല്ലുമേടയിലേക്ക് ഒരു യാത്രയും. പിന്നെ ഇപ്പോൾ ഇതും. എന്റെ വാക്കുകൾ ഓർമ്മിച്ചു വെക്കുമെങ്കിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കാം. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നീ ശരിക്കും ഇവരെ പുൽമേട്ടിൽ കൊണ്ടുപോയി അവശയാക്കിയോ കുട്ടി? ഇത്രയും നല്ല വസ്ത്രങ്ങൾ ധരിച്ച് ഇവരെ അവിടെയൊക്കെ കൊണ്ടുപോയോ? ഈ വസ്ത്രമൊക്കെ ഫ്രാങ്ക്ഫർട്ടിലെ ആവുമല്ലേ? വളരെ മനോഹരമായിരിക്കുന്നു. ഇതുപോലുള്ള വസ്ത്രങ്ങൾ ഡർഫ്ലിയിൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ മൈൻ ഹിൽസിലെങ്കിലും. ഫ്രണ്ട്സ്, അപ്പോൾ വിൻസോ ആപ്പിൽ ഫ്രീ ആയിട്ട് എങ്ങനെ ഗെയിം കളിക്കാൻ നോക്കാം. ഇതിലും ബാലറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇതിലും ഐ ഓഫേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് കാണാൻ സാധിക്കും. ഇതിലിതാ നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ ഓഫേഴ്സ് കാണാൻ സാധിക്കും. ഇതിലിതാ ഫ്രീ ടിക്കറ്റ് ₹5 ഫ്രീ ടിക്കറ്റ് നമുക്ക് ലഭിക്കും. ഇത് ജസ്റ്റ് 1 ഡേ 20 ഹവേഴ്സ് ലെഫ്റ്റ് ഉണ്ട്. അതിനുള്ളിൽ നമ്മൾ ഏതെങ്കിലും ഗെയിംസ് നമുക്ക് 5 രൂപയുടെ ഗെയിംസ് ഫ്രീ ആയിട്ട് നമുക്ക് കളിക്കാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ വിൻസോയിലൂടെ ഗെയിം എടുത്തു. ഇതിലിതാ ₹5 ഗെയിം ഫ്രീ ആയിട്ട് നമുക്ക് ഫ്രീ ടിക്കറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ടാണ് സാധിക്കും. ഇത് പ്ലേ ചെയ്താൽ അപ് ടു 17 രൂപ വരെ നമുക്ക് ഈ ഒരു 5 രൂപയുടെ ഗെയിം ഫ്രീ ആയിട്ട് കളിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. 2 വിന്നേഴ്സ് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുക, ദ വാലറ്റ് ക്ലിക്ക് ചെയ്യുക, മൈ ഓഫേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ക്ലിക്ക് ചെയ്യുക, ₹5 ഫ്രീ ടിക്കറ്റ് ഇതൊക്കെ അവൈലബിൾ ആണ്. ജസ്റ്റ് പ്ലേ ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഗെയിംസ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്ലൈ ചെയ്തിട്ട് ഗെയിം കളിക്കുക. ഓക്കെ, ഇവിടെ എല്ലാം ഇങ്ങനെയാണ്. എല്ലാം സിറ്റിയിലെ പോലെ എളുപ്പത്തിൽ കിട്ടുകയില്ല. സത്യമായിട്ട് ഞാൻ കരുതില്ല ഡാഫ്ലി ഇത്രയും ഉൾപ്രദേശമാണെന്ന്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. എനിക്കറിയാം, ഞങ്ങൾക്ക് ഇവിടെ ഒരു അധ്യാപിക പോലും ഇല്ല ഇപ്പോൾ. ഓ, അധ്യാപികയില്ലേ? അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ശരിയാണ്. എനിക്കിപ്പോഴും അറിയില്ല എന്റെ കുഞ്ഞു തെരേസയ്ക്ക് എങ്ങനെ നല്ല വിദ്യാഭ്യാസം നൽകണമെന്ന്.
അതുകൊണ്ട് തന്നെ അവൾക്ക് നിങ്ങളെ പോലെ ഒരു ഉത്തമ സ്ത്രീ ആകാൻ കഴിയില്ല. എല്ലാം കൂടി 30 രൂപയായി പ്ലീസ്. മുട്ടയുടെ കാര്യത്തിൽ എന്നോട് ക്ഷമിക്കണം. ചിലപ്പോ കുറച്ച് മുട്ട എന്റെ തട്ടിന്റെ മുകളിൽ കാണാൻ സാധ്യതയുണ്ട്. ഞാൻ തെരേസയോട് അതുകൊണ്ട് തരാൻ പറഞ്ഞേക്കാം. ഓ, വളരെ നന്നായി, നന്ദി. എനിക്കും വളരെ സന്തോഷം. ശുഭദിനം നേരുന്നു മിസ്. നിങ്ങൾക്കും അങ്ങനെ ആവട്ടെ. വീണ്ടും നന്ദി. എന്തൊരു കഷ്ടമാണിത്. പൊടി പിടിച്ച വീടും പുൽമേടും. ഞാൻ കരുതി നിന്റെ വീട് പുൽമേടയിലെ വീട് പോലെയാകുമെന്ന്. ആകെ ഒരു ആശ്വാസം, ഇവിടെ ആളുകളുടെ ശല്യം ഉണ്ടാകില്ലല്ലോ. ഈ ഗ്രാമം കണ്ടിട്ട് നല്ല ശാന്തതയുള്ളത് പോലെയുണ്ട്. അതുകൊണ്ട് ക്ലാരയ്ക്ക് നല്ല റെസ്റ്റ് കിട്ടും. പക്ഷെ മിസ്, എല്ലാവരുടെയും നല്ലതിനു വേണ്ടിയാണ് പറയുന്നത്. ഈ വേനൽക്കാലത്ത് ഗ്രാമമാണ് നല്ലത്. നിങ്ങൾക്ക് ഉറപ്പാണോ? തീർച്ചയായും ഉറപ്പുണ്ട്. ലില്ലി, ഇത് ശരിയാവൂല. റോട്ടൻമായ എന്നെ അവിടെ താമസിക്കാൻ അനുവദിക്കില്ല. ലില്ലി. ഓ പീറ്റർ. ലില്ലി, ഞാൻ ചോദിക്കാൻ വന്നത്, നീ നാളെയെങ്കിലും പുൽമേട്ടിലേക്ക് വരുവോ? എനിക്ക് കഴിയില്ല പീറ്റർ, ക്ഷമിക്കണം. ഞങ്ങൾക്ക് നാളെ തിരിച്ചു പോണം. അങ്ങനെയാണ് ഇപ്പോ തീരുമാനിച്ചിരിക്കുന്നത്. എന്റെ കൂടെ വന്ന റോട്ടൻമായ്ക്ക് മലമുകളിൽ താമസിക്കാൻ വരാൻ താല്പര്യമില്ല. ഓ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവർ ഇവിടെ നിന്ന് മാറി മലമുകളിലേക്ക് താമസിക്കാൻ വരാൻ? അവർക്ക് ആടുകളെ തീരെ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അതല്ലേ കാര്യം? അത് മാത്രമല്ല, അവർക്ക് കുറച്ച് സമാധാനവും ശാന്തതയും വേണം. എനിക്കറിയാം, തെരേസയുടെയും വില്യമിന്റെയും സഹായം വേണ്ടി വരും. നിനക്ക് തോന്നുന്നുണ്ടോ അവൻ നമ്മളെ സഹായിക്കുമെന്ന്? വില്യം സഹായിക്കും, പക്ഷെ തെരേസയോ? കാൽ പോയതിനു ശേഷം അവൾ ഒറ്റപ്പെട്ടു പോയി. ഞങ്ങളത് ഒരുപാട് തവണ സംസാരിച്ച കാര്യമാണ്. അവൾ വരും. ഓഹോ, അപ്പൊ എന്താണ് പരിപാടി? അത് വളരെ എളുപ്പമാണ്. ആദ്യം നമ്മൾ ഓരോ വഴിക്ക് പിരിയുന്നു. എന്നിട്ട് ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ ഇതൊന്ന് നിർത്തുമോ? നിങ്ങൾക്ക് പറഞ്ഞത് കേൾക്കാൻ പറ്റുന്നില്ലേ? ഇത് വളരെ അരോചകമായിരിക്കുന്നു. ഈ പിശാചുകൾ ഒന്ന് നിർത്തുന്നുണ്ടോ? ഉറപ്പായും ഞാൻ ഇത് നിങ്ങളുടെ മാതാപിതാക്കളോട് പരാതിപ്പെടുന്നതായിരിക്കും. നമ്മുടെ അടുത്ത പ്ലാനിലേക്ക് പോവും. എന്താ? നിങ്ങളിത് കേൾക്കുന്നില്ലേ? പുറത്തെ ബഹളം. എന്തൊരു ശല്യാണിത്. സഹിക്കാൻ കഴിയുന്നില്ല. അതിനാണോ നിങ്ങൾ ഈ ചാടുന്നത്? കുട്ടികൾ കളിക്കുന്നതിന്റെ ബഹളമാ. ഓ, ഇത്രയും നേരത്തെയോ? ഇത്രയും ബഹളത്തിൽ? ഓഹോ, സമയം 9 ആയില്ലേ? ഞാൻ നിങ്ങളെ വിളിക്കാൻ വന്നതാ. 9? അയ്യോ ക്ലാര, നിങ്ങൾ എന്താണ് എന്നെ നേരത്തെ മര്യാദയ്ക്ക് വിളിച്ചുണർത്താത്തത്? അയ്യോ, ഇനി എന്ത് ചെയ്യും? അവളെ ഓർത്ത് വിഷമിക്കണ്ട. ഏ, ക്ലാര ലില്ലിയോടൊപ്പം ഒന്ന് നടക്കാൻ പോയതാ ഗ്രാമത്തിലേക്ക്. എന്ത്? നിങ്ങളത് സമ്മതിച്ചോ? നിങ്ങളിപ്പോ ഫ്രാങ്ക്ഫോർട്ടിലല്ല. ഡാഫ്നി സുരക്ഷിതമായ സ്ഥലമാണ്. ഞാൻ അവരെ കണ്ടെത്താൻ പോവുകയാണ്. ക്ലാര, ലില്ലി, എവിടെയാണ് നിങ്ങൾ? ക്ലാര, ക്ലാര, നിങ്ങൾ എവിടെയാണ്? നിൽക്കവിടെ. നിങ്ങൾ ഇപ്പൊ തന്നെ ഇവിടേക്ക് തിരിച്ചു വരണം. ഏയ്, തിരിച്ചു വരൂ. നീ? ഞങ്ങളിതാ വരുന്നു. ആരാണ് നിങ്ങൾ? നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ഉന്തുവണ്ടി കിട്ടിയത്? ക്ലാര ഞങ്ങൾക്ക് കളിക്കാൻ തന്നതാണ് മിസ്. എന്ത്? അവളിപ്പോൾ എവിടെയാണ്? അവള് പള്ളിയുടെ അടുത്തുള്ള വെള്ളച്ചാട്ടത്തിലുണ്ട്.
കുളിക്കാണ്. എന്തു കുളിക്കാനോ? അതും വെള്ളച്ചാട്ടത്തിൽ? എന്ത് അസംബന്ധമാണിത്? നിങ്ങൾ പോകുന്ന വഴിക്ക് ആടിനെ കണ്ട അതിന്റെ അടുത്ത് പോകണ്ട കേട്ടോ. എന്ത് ആടോ? അവരൊക്കെ പുൽമേട്ടി പോകാത്തപ്പോ ഈ ഗ്രാമത്തിൽ ചിന്നി ചെതറി നടക്കും. എന്നിട്ട് കണ്ണി കണ്ടതൊക്കെ തിന്നുകൊണ്ടേയിരിക്കും. ഒരിക്കൽ എന്റെ അമ്മയെ അവർ ആക്രമിച്ചു. അവർ ഭയങ്കര ആക്രമികളാണ്. പക്ഷെ നിങ്ങൾ അതിന്റെ അടുത്തേക്ക് പോകാതിരുന്ന അത് നിങ്ങളെ ഒന്നും ചെയ്യില്ല. നിങ്ങൾ പറഞ്ഞു വലുതാക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് തിരിച്ചു പോകും. അപ്പോ എല്ലാം ശരിയായി. നന്നായി. ഇതാ വരുന്നു. അവരെ ഒരുപാട് പേടിപ്പിക്കണ്ട. തീർച്ചയായുമില്ല ക്ലാര. അവരെ കുടിലിലേക്ക് കൊണ്ടുപോകാനാ, അല്ലാതെ ഫ്രാങ്ക്ഫർട്ടിലേക്കല്ല. നിങ്ങളുടെ മേഡം ഒരു പേടിത്തൊണ്ടയാണല്ലേ? ക്ലാര, ആ പിള്ളേരെന്നെ പറഞ്ഞു പറ്റിച്ചു. ലില്ലി, ക്ലാര, എനിക്ക് പേടിയാവുന്നു. നിങ്ങൾക്ക് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ? ഞാൻ വളരെ പേടിച്ചു പോയി. ആടുകൾ എന്നെ ആക്രമിക്കാൻ വന്നു. ആടുകളും? അവറ്റുകൾ ഗ്രാമത്തിൽ മുഴുവൻ വല്ലാതെ വ്യാപിച്ചു നടക്കുകയാണ്. വലിയ ചെകുത്താന്മാരാണ്. എനിക്കിനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ കഴിയില്ല. ഹലോ മിസ്. ഓ, നീ വന്നോ? ഗുഡ് മോർണിംഗ് മിസ്. നിങ്ങളെ ഇവിടെ മുഴുവൻ തിരഞ്ഞു എന്നറിയുമോ? ഞങ്ങളൊന്ന് ചുറ്റാൻ പോയതാണ്. നീ നിന്റെ ഉന്തുവണ്ടി കുട്ടികൾക്ക് കളിക്കാൻ കൊടുത്തു അല്ലേ? അവർക്കതിൽ ഇരിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഫ്രാങ്ക്ഫോർട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. പക്ഷെ എന്തിനാ? നമുക്കിവിടെ ഒരു നിമിഷം പോലും താമസിക്കാൻ കഴിയില്ല. ഇവിടെ ആപത്താണ്. അതാണ് മിസ് ഞങ്ങൾ കുടിലിലേക്ക് പോകണമെന്ന് പറഞ്ഞത്. അതെന്താ? അവിടേക്ക് ആടുകൾ കൂടിനകത്താണ്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യാനല്ലേ? എനിക്ക് തോന്നുന്നു നിങ്ങളെ കുടിലിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കുട്ടികൾ ഒപ്പിച്ച പണിയാണിതെന്ന്. അങ്ങനെയാണോ? അത് ശരിയാണ് മിസ്. എനിക്ക് കുടിലിൽ പോയി താമസിക്കണം മിസ്. എന്നോട് ക്ഷമിക്കണം ക്ലാര. വെറും 2-ാം ദിവസം കൊണ്ട് നമുക്ക് ഇവിടുന്ന് ലഭിച്ചതാണിത്. കുറച്ച് ആഴ്ചകൾ കൂടി നിന്നാൽ guys நம்ம வின்சோ கோல்ட் ஆப்ல வந்து பாத்தீங்க அப்படின்னா 3000 டைமண்ட் ஃப்ரீயா கொடுக்கிறது ரியல் ஆர் ஃபேக் வந்து பாத்தீங்கன்னா வந்து பார்க்க போறோம். இது வந்து பாத்தீங்கன்னா லிமிடெட் ஆஃபர் தான். ஓகேங்களா? இதுக்கு வந்து பாத்தீங்க அப்படின்னா இப்ப நீங்க வின்சோ கோல்ட் ஆப் வச்சிருந்தீங்கன்னா அன்இன்ஸ்டால் பண்ணிட்டு மறுபடியும் இன்ஸ்டால் பண்ணிக்கோங்க. நியூ வெர்ஷன் வேணும். அது மட்டும் வந்து பத்தாது, நியூவா வந்து பாத்தீங்கன்னா ஒரு நம்பர் வேணும். நீங்க நியூ யூசரா இருந்தா மட்டும் தான் வந்து பாத்தீங்கன்னா இந்த ஒரு ஆஃபர் வந்து பாத்தீங்கன்னா உங்களுக்கு யூஸ் ஆகும். ஓகே கேஸ், நியூ நம்பர் போட்டு வெரிஃபை பண்ணிட்டு உள்ள வந்தீங்க அப்படின்னா நான் ப்ளே பண்ற கேம் வந்து பாத்தீங்கன்னா நீங்களும் வந்து ப்ளே பண்ணிக்கோங்க. இது பேரு மெட்ரோ சஃபார். இந்த கேம்ல நீங்க ஜெயிச்சாலும் சரி தோத்தாலும் முடிச்சுட்டு வெளியே வாங்க. மேல வந்து பாத்தீங்கன்னா 3 டாட் வந்து இருக்கும். அதை வந்து கிளிக் பண்ணிக்கோங்க. அதுல ஃபர்ஸ்ட் ஆப்ஷன் கிளிக் பண்ணிக்கோங்க. ஃபர்ஸ்ட் ஆப்ஷன் நேம் வந்து பாத்தீங்கன்னா ஸ்ட்ரீம்ஸ் இருக்கும். அதை கிளிக் பண்ணிட்டு வந்து பாத்தீங்கன்னா இந்த மாதிரி வந்து வரும். இது வந்து ரைட்டா ஸ்க்ரோல் பண்ணி வந்து பாத்தீங்கன்னா கீழ 3 டாட் வந்து இருக்கும். அதை கிளிக் பண்ணீங்கன்னா வாட்ஸ்அப் வந்து பாத்தீங்கன்னா வந்து காட்டும். அதுல பாத்தீங்கன்னா ஃப்ரீ ஃபயர் யூஐடி போற மாதிரி இருக்கும். அதுல யூஐடி வந்து போட்டு வந்து பாத்தீங்க அப்படின்னா கிளைம் பண்ணிக்கோங்க. டேரக்டா வந்து பாத்தீங்கன்னா மெயிலுக்கே சென்ட் பண்ணி விட்டுருவாங்க. എന്താണ് സംഭവിക്കുന്നതെന്ന് ഓർത്തു. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? അവർ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞു മുകളിൽ നിൽക്കണമെന്ന്? പക്ഷെ നിങ്ങൾ അത് കേട്ട ഭാവം നടിച്ചില്ല. കുട്ടികളല്ലേ, അവർ കളിക്കട്ടെ, ആർക്കും ദോഷമില്ലല്ലോ. ഞങ്ങൾ ഉടനെ തന്നെ തിരിച്ചു പോവുകയാണ്. വേഗം തന്നെ നിന്റെ ബാഗ് ഞാൻ ഒരുക്കാം ക്ലാര. We'll never reach that cabin of yours before sunset if we don't move soon, you know. Does that mean that you... Yes, I changed my mind. You were right. The mountains of fresh air can only benefit Clara. Great! Yes! Under one condition.
don't let your goats come near me.